യുഡിഎഫിന്റെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. തിരുവമ്പാടി കോങ്ങാട് സീറ്റുകൾ കൈമാറാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ്. തിരുവമ്പാടിക്ക് പകരം തവന്നൂരും പുനലൂരിന് പകരം ചടയമംഗലവുമാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. കോങ്ങാട് സീറ്റിന് പകരം പട്ടാമ്പി നൽകാമെന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തിരുവമ്പാടിയിൽ വി.എസ്. ജോയിയും തവന്നൂരിൽ സന്ദീപ് വാര്യരെയും മത്സരിപ്പിക്കാനാണ് യുഡിഎഫ് ആലോചിക്കുന്നത്. ആർ റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താണ്? ചർച്ചകൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ തവനൂരിൽ സന്ദീപ് വാര്യർ, തിരുവമ്പാടിയിൽ വി.എസ്. ജോയ് എന്ന പേരുകളിലേക്ക് എത്തുകയാണോ? അഭിനീത, യുഡിഎഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ കുറെ ദിവസമായി തുടങ്ങിയിട്ട് ആശയക്കുഴപ്പമാണ്. പ്രത്യേകിച്ച് തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അത് പൂർത്തിയാകാതെ കിടക്കുന്നത്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകുമ്പോൾ പകരം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് തവന്നൂരാണ്. ആദ്യഘട്ടത്തിലൊക്കെ പട്ടാമ്പി ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് ഒടുവിൽ തവന്നൂരിലേക്ക് അവരുടെ ആവശ്യം മാറ്റുകയാണ്. തവന്നൂർ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. ഏതായാലും പട്ടാമ്പിയുമായി വെച്ചുമാറുന്ന രീതിയിലേക്ക് തീരുമാനം എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ കോങ്ങാടും ചേലക്കരയും തമ്മിൽ വെച്ചുമാറാൻ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. ഒപ്പം പുനലൂർ സീറ്റ് വേണ്ടെന്ന് പലവട്ടം മുസ്ലിം ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പകരം ചടയമംഗലം സീറ്റാണ്. ചടയമംഗലം സീറ്റിലാണെങ്കിൽ കോൺഗ്രസ് INDUC ആർ ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടത്തുന്നുണ്ട്. അതേസമയം പുനലൂരിൽ എന്തായാലും മത്സരിക്കാനില്ല എന്ന നിലപാടിലേക്ക് ലീഗ് എത്തുമ്പോൾ ചടയമംഗലം വിട്ടു നൽകേണ്ടി വരും. അങ്ങനെയെങ്കിൽ ചടയമംഗലത്ത് അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്തിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. കോങ്ങാടാണെങ്കിൽ KA തുളസിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണ്. അത് ഏതാണ്ട് 1-2 ദിവസത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വേണം. പക്ഷേ ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇപ്പോഴും പൂർത്തിയാകാത്തതിൻ്റെ കാരണം തിരുവമ്പാടി സീറ്റ് വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളാണ്. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ തീർക്കാനുള്ള ആലോചനയുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫുമായി ഉള്ള ചർച്ചകളും പൂർത്തിയായിട്ടില്ല. 1-2 ദിവസത്തിനകം തന്നെ ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചകൾ വേഗത്തിലാക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. ശരി, വ്യക്തമാണ്. ആർ റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവമ്പാടി വി.എസ്. ജോയ്, തവനൂരിൽ സന്ദീപ് വാര്യർ എന്ന പേരുകളിലേക്ക് എത്തുന്നു. ചടയമംഗലം ലീഗിന് വേണമെന്ന ആവശ്യം കൂടിയാണ് ഉയർത്തുന്നത്.